നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഫസൽ നഗറിലും പൊക്കാഞ്ചേരിയിലും സീവാൾ റോഡും വീടുകളും സംരക്ഷിക്കാൻ അടിയന്തരമായി കരിങ്കല്ലടിച്ച് നിരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3 പീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പരിഗണിച്ച് പരിശ്രമം നടത്തുമെന്ന് കെ വത്സരാജ് MLA. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബീച്ച് പരിസരം ശുചീകരിച്ചു. വാർത്തകൾ വിശദമായി. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഫസൽ നഗറിലും പൊക്കാഞ്ചേരിയിലും സീവാൾ റോഡും വീടുകളും സംരക്ഷിക്കാൻ അടിയന്തരമായി കരിങ്കല്ലടിച്ച് നിരത്തണമെന്ന ആവശ്യവുമായി സ്ഥലം സന്ദർശിച്ച MLAക്ക് മുന്നിൽ വീട്ടമ്മമാരുടെ രോദനം. കടലാക്രമണം രൂക്ഷമായി തുടർന്നതോടെയാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ് ശനിയാഴ്ച വൈകിട്ട് ഫസൽ നഗറിൽ സന്ദർശനം നടത്തിയത്. ഈ നേരവും തിരയടിച്ച് വെള്ളം കരയിലേക്ക് കയറുകയായിരുന്നു. MLAയുടെ സന്ദർശന വിവരം അറിഞ്ഞാണ് വീട്ടമ്മമാരടക്കം കടലോര നിവാസികൾ സ്ഥലത്തെത്തിയത്. കടലോരത്ത് അടിയന്തരമായി മണൽച്ചാക്കുകൾ നിരത്താനുള്ള ആലോചന ഉണ്ടായിരുന്നു. ഇതോടെയാണ് കരിങ്കല്ലടിച്ച് ഭിത്തി കെട്ടണമെന്ന ആവശ്യം വീട്ടമ്മമാരും വാർഡംഗം PK സുധർമ്മനും MLAക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എടുക്കാൻ പോകുക വാടക 10,000 ഉറുപ്പ്യ മാസം വാടക കൊടുക്കണം. ഇവിടെ അല്ലട ജീവപയുണ്ട അതിട്ട് കാര്യമില്ല. ഇവിടെ അതടിച്ചു ഞങ്ങളെ സുരക്ഷിതാക്കി തരാം. വേറെ ഞങ്ങൾക്ക് പറയാനില്ല. കുടിവെള്ളം കിട്ടാതെ കടലോര നിവാസികൾ വലയുകയാണെന്നും വെള്ളം എത്തിക്കാനും നടപടി ഉണ്ടാകണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെട്ടു. ഇതോടെ MLA അവിടെ വെച്ച് തന്നെ ജില്ലാ കളക്ടറെ മൊബൈലിൽ വിളിച്ച് പ്രശ്നം അറിയിച്ചു. കടലാക്രമണ പ്രദേശത്ത് സംരക്ഷയ്ക്കായി 5 ലക്ഷം രൂപ കളക്ടർ അനുവദിച്ചതായി MLA പറഞ്ഞു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ കടൽ ക്ഷോഭിച്ച് തീരത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഒരവസ്ഥയാണ് ഈ വാർഡിലുള്ളത്. അതിന് താൽക്കാലികമായ പ്രതിവിധി എന്ന രീതിയിൽ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ലക്ഷം രൂപ താൽക്കാലികമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിലേക്ക് നൽകി സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലെടുപ്പെടുത്തി അത് സ്ഥിരമായ പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്. വെള്ളമില്ല എന്നുള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. 30-ാം തീയതി വരെ ഇതുവരെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് തുടർന്ന് അനുവാദം കൊടുക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടിവെള്ളക്ഷാമവും കലക്ടറെ അറിയിച്ചതായി MLA പറഞ്ഞു. അതേസമയം തിരയടിച്ച് കയറുന്ന ഫസൽ നഗറിൽ സീവാൾ റോഡും വീടുകളും തകരുമെന്ന അവസ്ഥയാണ്. കാലവർഷം ഇനിയും ശക്തമായാൽ കനത്ത നാശത്തിന് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് കടലോര നിവാസികളും ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും പറയുന്നു. കടൽഭിത്തി നിർമ്മാണവും കുടിവെള്ളം ലഭ്യമാക്കാനും ആവശ്യപ്പെട്ട് പലതവണ കളക്ടറടക്കം ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയെങ്കിലും വേണ്ട നടപടി ഉണ്ടായില്ലെന്ന് തീരദേശവാസികൾ പറഞ്ഞു. MLAയോടൊപ്പം വാടാനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, ബ്ലോക്ക് അംഗം ഷൈന മുഹമ്മദ്, വാർഡംഗം PK സുധർമ്മൻ, CPM ലോക്കൽ സെക്രട്ടറിമാരായ സുരേഷ് മഠത്തിൽ, ഷാജുദ്ദീൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, അനിൽ, ഗിരീഷ് മാത്തൂക്കാട്ടിൽ എന്നിവരും ഉണ്ടായിരുന്നു. 3 പീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പരിഗണിച്ച് പരിശ്രമം നടത്തുമെന്ന് കെ വത്സരാജ് MLA. തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 പീടിക ബീച്ച് റോഡിന്റെ പുനരുദ്ധാരണത്തിന് 2024-25 സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 45 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതും ഇതുപ്രകാരം പകുതിയോളം പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്നും MLA പറഞ്ഞു. എന്നാൽ ടെൻഡർ ചെയ്ത് റോഡ് പണി ആരംഭിച്ചതിന് ശേഷം വെള്ളക്കെട്ടുള്ള ഭാഗം ടൈൽ വിരിക്കണമെന്ന ആവശ്യം ഉയരുകയും ഇത് അംഗീകരിച്ച് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇതോടെ 2 കിലോമീറ്റർ ടാർ ചെയ്യേണ്ട റോഡ് 1 കിലോമീറ്ററായി ചുരുങ്ങി.
ബാക്കി 1 കിലോമീറ്റർ ഭാഗം ടാർ ചെയ്യുന്നതിന് പഞ്ചായത്തോ MLAക്കോ ഫണ്ട് വയ്ക്കാവുന്നതാണ്. 3 പീടിക ടൗണിനോട് വികസന കാര്യത്തിൽ അവഗണനയുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും 3 പീടിക മാർക്കറ്റ് കെട്ടിടത്തിന് 4 കോടിയും ടൗൺ വികസനത്തിന് 1 കോടി രൂപയും വിനിയോഗിച്ചിട്ടുള്ള പ്രവർത്തനം മുൻ MLA E.T. ടൈസന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണെന്നും KK വത്സരാജ് MLA പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പറഞ്ഞു. തീരദേശ വികസന സമിതി പ്രസിഡന്റ് A സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, NK അബ്ദുൽ നാസർ, CJ പോൾസൺ, KS നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ KK വത്സരാജ് MLAയെ TVS ചീഫ് കോർഡിനേറ്റർ ഇല്യാസ് ചെറുവട്ടം പൊന്നാടയണിച്ച് ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മികവ് നേടിയ റിയാസ്, കൃഷ്ണപ്രിയ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. DYFI SFI ബാലസംഘം തിരുത്തേക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം മുഹമ്മദ് റൌഫ് നഗറിൽ വെച്ച് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സിവിൽ എക്സൈസ് ഓഫീസർ വൈഷ്ണവ് CA ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 8ാം വാർഡംഗം ഷൈനി ബാലകൃഷ്ണൻ, DYFI ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അനന്തു K ദിനേശ്, DYFI താന്യം തെക്ക് സെക്രട്ടറി നിതീഷ് KN, അർജുൻ കൃഷ്ണ, പ്രദീപ് കുമാർ, ഷൈജു, രതി സുരേന്ദ്രൻ, സനീഷ്, ആദി ശങ്കർ എന്നിവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ 1200 മാർക്ക് നേടിയ ആര്യ KR, ഇന്ത്യൻ ആർമിയിലേക്ക് പ്രവേശനം ലഭിച്ച അനഗ് VS, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത ഗാനം, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ A ഗ്രേഡ് നേടിയ കൃഷ്ണദേവ്, അഖില കേരള ജൂനിയർ മാജിക് മത്സരത്തിൽ സമ്മാനാർഹനായ അഭിനന്ദ് TM എന്നിവരെയും യൂണിറ്റ് പരിധിയിൽ SSLC, +2, LSS, USS പരീക്ഷകളിൽ വിജയിച്ച 35 വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തീർത്ഥം ക്ഷേത്ര ജീവനക്കാരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീകാന്ത് കരിപ്പാറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ തരണനെല്ലൂർ പടിഞ്ഞാറേമന ശ്രീരാമൻ നമ്പൂതിരിപ്പാട് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മായ TB, വാർഡ് മെമ്പർ ഷാനിബ നൌഷിൽ, മുൻ പഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ, സതീഷ് ചന്ദ്രൻ മാഷ്, ശങ്കരൻകുട്ടി മാഷ്, കൂട്ടായ്മ സെക്രട്ടറി സതീഷ് മാഷ്, കൂട്ടായ്മ ട്രഷറർ സുബിൻ ശാന്തി എന്നിവർ സംസാരിച്ചു. പ്രവർത്തനം ആരംഭിച്ചു. ഏറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു കൂട്ടായ്മയാണ്. മനുഷ്യ സമൂഹത്തിലെ ഏത് കൂട്ടായ്മകളും നമുക്കൊക്കെ പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ ലക്ഷ്യങ്ങളും പകർന്നു നൽകുന്ന ഒന്നാണ്. ക്ഷേത്രം ജീവനക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുകയും എന്നാൽ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള വരുമാനം കുറവുള്ള ഒരു വിഭാഗക്കാരാണ്. ധാരാളം പ്രശ്നങ്ങൾ, അത് ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്ത് ഇതൊന്നും തങ്ങളെ കാണാൻ വരുന്ന, ഭഗവാനെ ദർശിക്കാൻ വരുന്ന ജനവിഭാഗങ്ങൾ അറിയിക്കാതെ വളരെ നിശബ്ദമായിട്ടൊരു സേവനം ഈ വിഭാഗക്കാർ ചെയ്തു തരുന്നുണ്ട്. നാട്ടിക ബീച്ച് ആര്യഗിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി യാദവ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഭാരവാഹികളായ AS പത്മപ്രഭ, PK ഹരിഹരൻ, EV ധർമ്മൻ, PV സത്യവ്രതൻ, AS ദേവദാസ്, PV ഗോവിന്ദൻ, ആനന്ദവല്ലി ശങ്കർ, അനന്തു ശാന്തി, ലീല രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമ അതുപോലെ തന്നെ ദേശ കുടുംബ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയുള്ള ദേവതകളുടെ അനുഗ്രഹം നമ്മൾ ക്ഷേത്ര ദർശനത്തിലൂടെയാണ് നേടിയെടുക്കുക. അപ്പം അത് ക്ഷേത്രത്തിലേക്ക് പറ്റുന്ന സമയത്ത് വരിക, പ്രാർത്ഥനകൾ വൃത്തിയായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ
ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ, വേദപഠനങ്ങൾ, അതുപോലുള്ള പ്രാർത്ഥനകൾ, മറ്റ് ക്ഷേത്രത്തിൻ്റേതായി ബന്ധപ്പെടുന്നതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നമ്മളുടെ ദേശത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനായിട്ട് നമുക്ക് ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ച് പഠിച്ച് നിത്യവിധാനം അല്ലെങ്കിൽ സൗകര്യപ്പെടുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം മാസത്തിലെങ്കിലും നമ്മളുടെ ക്ഷേത്രത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മൾക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുക. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ നടതുറയ്ക്കൽ, നിർമ്മാല്യ ദർശനം, ശംഖാഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി, പറനിറയ്ക്കൽ, ശീവേലി എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം എന്നിവ നടത്തി. മേള കലാനിധി പള്ളിപ്പുറം വൈശാഖ് മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. തുടർന്ന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രസാദോട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് നാദസ്വരം, ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഗിരീഷ് മാത്തുക്കാട്ടിൽ, അംഗങ്ങളായ പ്രവീൺ ചെറുകര, സരിത ഗണേഷ്, എയർ വാസു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ ലയൺസ് ക്ലബിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. തൃപ്രയാർ ക്ലബ്ബ് പ്രസിഡന്റ് പി.കെ. ഏകലവ്യൻ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന റാണി പ്രതാപൻ, ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ, മാധവ് മേനോൻ പി, സാനി ജോസഫ്, സുഭാഷ് ഞാറ്റുവെട്ടി, സുരേഷ് എൻ.എം, രാമചന്ദ്രൻ കെ.കെ എന്നിവർ നേതൃത്വം നൽകി. ഫസ്റ്റ് ക്യാമ്പാണ് നടക്കുന്നത്. അതായത് 31 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന പ്രോഗ്രാമാണത്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് ഇവിടെ ഹാജരായി ഇവിടുത്തെ ചികിത്സ നേടുന്നുണ്ട്. ഇത് അനുസൃതമായിട്ട് 31 വർഷമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഒരു 70 പേഷ്യൻസിന് കൂടുതൽ വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്കാവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഏറ്റെടുത്ത് മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ കായികോത്സവങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ലോകകപ്പിന്റെ വരവറിയിച്ചുകൊണ്ട് ദീപശിഖ പ്രയാണം നടന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സാനി തെരേസ് അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടന കർമ്മം സിസ്റ്റർ സാനി തെരേസ് നിർവഹിച്ചു. തുടർന്ന് നടന്ന ക്ലാസ് തല ഫുട്ബോൾ മത്സരങ്ങളും പെനാൽറ്റി ഷൂട്ടൌട്ടും വിദ്യാർത്ഥികളിൽ ആവേശം നിറച്ചു. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് പിന്തുണയുമായി ആവേശത്തോടെ അധ്യാപകരും അണിനിരന്നു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈം കോളേജിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന ചടങ്ങിൽ അനുമോദിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു. മെമ്പർമാരായ ഷാജു പണിക്കവീട്ടിൽ, ശ്രുതി അജിത്, നൌഫൽ വലിയകത്ത്, അഡ്വക്കേറ്റ് ജോയ്, ഷക്കീല ഉസ്മാൻ, നൈതിക്, പ്രൈം കോളേജ് പ്രിൻസിപ്പാൾ SB അബ്ദുൾ സത്തർ മാഷ്, KS ബിനോജ് എന്നിവർ സംസാരിച്ചു. ജീവൻ കലാവേദി, പാട്ടുകൂട്ടം ഗായകർ പാട്ടുകൾ അവതരിപ്പിച്ചു. ഭൗതിക സാഹചര്യങ്ങൾ, വീട്, വെള്ളം, ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ആ തലമുറയ്ക്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അത് എത്തിച്ചു തരുന്നത്. അപ്പോൾ സമൂഹത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളും നമ്മുടെ വളർച്ചയിൽ വ്യത്യസ്തമായ പങ്കുകളാണ് വഹിക്കുന്നത്. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വ്ളാഡിമിർ ലെനിനെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. CPIM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ VR ഷിജിത്തിൻ്റെയും പാർട്ടി മെമ്പറായ അനീഷയുടെയും മകനാണ് വ്ളാഡിമിർ ലെനിൻ. അനുമോദന ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, തൃത്തല്ലൂർ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ, കേരള പ്രവാസി സംഘം മേഖലാ പ്രസിഡന്റ് AA യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂൾ 1985-1987 SSLC കൂട്ടായ്മ ഓട്ടോഗ്രാഫ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സ്നേഹവിരുന്നും വിപുലമായി നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു നിർവഹിച്ചു. മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതി ബസു അധ്യക്ഷനായി. സിനിമാ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, പ്രസിഡന്റ് ബാസി വലപ്പാട്, AB ഹരിലാൽ, സുധീർ KS, സജിത് വേളയിൽ, ഷെരീഫ്, മഹേഷ് എന്നിവർ സംസാരിച്ചു. സൂര്യ ഫെസ്റ്റിവൽ താരം നിരഞ്ജന, ബേബി ഇഷാന എന്നിവർ നൃത്തം അവതരിപ്പിച്ചു. സുധീർ, അമീഷ ഹരിലാൽ എന്നിവരുടെ ഗാനാലാപനവും ഉണ്ടായിരുന്നു. പ്രസിഡന്റായി മഹേഷ് മണക്കാട്ടുപടി, സെക്രട്ടറിയായി തോമസ്, ഖജാൻജിയായി ബാസി വലപ്പാട്, വൈസ് പ്രസിഡന്റായി മറിയം ജോർജ്, ജോയിന്റ് സെക്രട്ടറിയായി ലില്ലി, കോർഡിനേറ്ററായി ഹരിലാൽ എന്നിവരെ തെരഞ്ഞെടുത്തു. നിരവധി പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ കണ്ടെത്തി സഹായിക്കുക. അതുതന്നെയാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം. നമ്മളെപ്പോഴും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൂട്ടായ്മയിൽ നമ്മൾ അർഹതപ്പെട്ടവർക്ക്, അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ മക്കളും അത് പിന്തുടർന്ന് പോവുക.
അപ്പം എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ച് അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു പോകുന്നതിൽ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ ഈ കൂട്ടായ്മയിലുള്ള മക്കളെ ആദരിക്കുന്ന 10ാം ക്ലാസ് +2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. ആ കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ പഠിച്ചു നല്ല നിലയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നല്ല റിസൾട്ട് സമ്പാദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം കൂടിയാണ് ഇന്ന് ഈ വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബീച്ച് പരിസരം ശുചീകരിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ദിവിൻ ദാസ് പി, ജനറൽ സെക്രട്ടറി സതീഷ് KV, മണ്ഡലം കൺവീനർ ശരൺ KV, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന സുബ്രഹ്മണ്യൻ, ഷാലി സുധീർ, ശ്രുതി അജിത്, ശ്രീജ സുജിത്, BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ്, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ലീന KG, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് റീന സുനിൽകുമാർ, BJP പഞ്ചായത്ത് ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ, ഹിബിൻ CR, ജിനി ബിനീഷ്, ശാലിനി, ദിനി സതീഷ്, ലിജിത്ത്, രജീഷ്, ഉണ്ണികൃഷ്ണൻ CP എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ബാബുൽ ഉലൂം മദ്രസയിൽ മുഅല്ലിം ഡേ ആചരിച്ചു. യോഗം മഹല്ല് ഖത്തീബ് റഫീഖ് ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി PI നസീർ അധ്യക്ഷനായി. അബൂബക്കർ ഉസ്താദ്, വൈസ് പ്രസിഡന്റ് NM ഷെരീഫ്, മുഹമ്മദ് മാസിൻ, അഹ്സനി ഉസ്താദ്, അബ്ദുൽ സലാം ഉസ്താദ്, കമ്മിറ്റി ഭാരവാഹികളായ PS ഷഹീൻ, KA അയ്യൂബ്, CK ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. മുഅല്ലിം എന്ന് പറയുന്നത് അധ്യാപകനാണ്, ഗുരു എന്നൊക്കെ അർത്ഥമുണ്ട് മുഅല്ലിം. നമ്മളെ മദ്രസയിൽ നമ്മളെ പഠിപ്പിക്കുന്നവര്, നമ്മളെ പഠിപ്പിച്ചവര്, ഇവരൊക്കെ നമ്മുടെ ഉസ്താദുമാരാണ്. നമ്മളെ ഈ നിലയ്ക്കൊക്കെ എത്താൻ കാരണമായത് നമ്മുടെ ഉസ്താദുമാരാണ്, നമ്മുടെ സ്കൂളിലെ അധ്യാപകരാണ്. ഒന്നുമല്ലായിരുന്നു നമ്മൾക്ക് അറിവുകൾ പറഞ്ഞു തന്ന ഉസ്താദുമാരിന്ന് പലരും ഇന്ന് ആറടി മണ്ണിൻ്റെ ഉള്ളിലാണ് കഴിയുന്നത്. അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ചര്യകൾ നമ്മൾ പിൻപറ്റുക, അതാണ് ഈ മുഅല്ലിമിലൂടെ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്. താന്യം പഞ്ചായത്ത് 13ാം വാർഡിൽ മുളയങ്ങാട്ടിൽ ശ്രീധരൻ്റെ മകൻ ഭരതന് താന്യം പഞ്ചായത്തിലെ BJP പ്രവർത്തകരും സുമനസ്സുകളും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ചടങ്ങിൽ മുൻ MLA CC മുകുന്ദൻ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത്, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജില്ലാ സെക്രട്ടറി ജാൻസി EP, താന്യം മേഖലാ പ്രസിഡന്റ് G ജയശങ്കർ, പെരിങ്ങോട്ടുകര മേഖലാ പ്രസിഡന്റ് സുഗേന്ദു സെൻ, ജില്ലാ കമ്മിറ്റി അംഗം സുഗതൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് കൃഷ്ണനുണ്ണി, നിഷ പ്രവീൺ, പഞ്ചായത്ത് പ്രഭാരിമാരായ ഉണ്ണിമോൻ, ജോഷി ബ്ലാങ്ങാട്ട്, 8ാം വാർഡ് മെമ്പർ ശ്രീകേഷ്, സുധീർ പൊറ്റേക്കാട്ട്, ഗോകുൽ കരിപ്പിള്ളി, കൂടാതെ താന്യം പഞ്ചായത്തിലെ BJP പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത ഓരോ വാർഡിലെയും പ്രവർത്തകർ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകിയാണ് മടങ്ങിയത്. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. വിദ്യ പകരുന്ന വിദ്യാലയത്തിലൂടെയുള്ള TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ കണ്ടറിയാം. എൻ്റെ പേര് കിൻസ്മോൾ. ഞാൻ പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയതായിട്ട് ചാർജ് എടുത്ത പ്രിൻസിപ്പലാണ്. ഈ 2026 മാർച്ച് +2 പരീക്ഷയിലെ നമ്മുടെ പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഏറ്റവും മികച്ച തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചു. അതിലെ 11 കുട്ടികൾക്ക് ഫുൾ A+ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതുപോലെ
5A+, 7 കുട്ടികൾക്കാണ് നേടാൻ കഴിഞ്ഞത്. 90% എബവ് 7 കുട്ടികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. 80% എബവ് 30ഓളം കുട്ടികൾ നേടി. അങ്ങനെ ടോട്ടൽ ഒരു 54 സ്റ്റുഡൻസിന്, പകുതിയോളം കുട്ടികൾക്ക് 80% മുകളിൽ മാർക്ക് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മികവാർന്ന ഒരു വിജയമാണ്. ഇതിന് പിന്നിലെ പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരാണ്. ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും മറ്റും എക്സ്ട്രാ കോച്ചിങ് കൊടുക്കുന്നതിനൊക്കെ എല്ലാവരും തന്നെ വളരെ ഉത്സാഹത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ്, PTA ഭാഗത്തു നിന്നൊക്കെ എല്ലാ വിധത്തിലുള്ള സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പഠനത്തിന് പുറമെ ഇവിടെ നമ്മുടെ സ്കൂളിലെ NSS അതുപോലെ തന്നെ സ്കൗട്ട് ഗൈഡൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെ NSSൽ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾക്ക് പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി, സോഷ്യൽ ആക്ടിവിറ്റി, അങ്ങനെ നിരവധി ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടെ സാധ്യമാവുകയാണ്. എൻ്റെ പേര് CR റീമ. ഞാൻ കഴിഞ്ഞ വർഷമാണ് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ HM ചാർജ് എടുത്തത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 161 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. അതിൽ 10 പേർക്ക് ഫുൾ A+ ലഭിച്ചു, 4 പേർക്ക് 9A+ ലഭിച്ചു, 6 പേർക്ക് 8A+ ലഭിച്ചു. അങ്ങനെ നമ്മുടെ സ്കൂളിന് 100% വിജയം കൈവരിക്കുവാൻ സാധിച്ചു. അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിനാധ്വാനമാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വർഷം ഇതിൽ കൂടുതൽ നന്നായി കൂടുതൽ ഫുൾ A+ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള കഠിനാധ്വാനത്തിലാണ് എൻ്റെ എല്ലാ സ്റ്റാഫും. ഗ്രാമ്യ ചാനൽ എല്ലാ വർഷവും കുട്ടികൾക്ക് നൽകുന്ന ഈ അവാർഡ് ദാനം വളരെ മഹത്തരമേറിയതാണ്. അതുകൊണ്ട് ഗ്രാമ്യ ചാനലിനും എൻ്റെ എല്ലാ കുട്ടികൾക്കും ഇതിനു വേണ്ടി എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റാഫിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് പോൾ TA. ഞാൻ ഇവിടുത്തെ PTA പ്രസിഡൻ്റാണ്. സെൻറ് ആനീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സെൻറ് ആനീസ് ഹൈസ്കൂളിൻ്റെയും PTA പ്രസിഡൻ്റാണ്. ഇവിടെ 2025-2026 വർഷത്തിൽ നമുക്കിവിടെ വളരെ നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 94% വിജയമാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടിയിരിക്കുന്നത്. അത് വളരെ നല്ലൊരു വിജയശതമാനമാണ്. മുൻ വർഷത്തിനെ അപേക്ഷിച്ച് വളരെ വലിയൊരു മികവാർന്ന വിജയമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും പ്രിൻസിപ്പളും ഇവിടുത്തെ PTA മെമ്പേഴ്സും എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള അവരുടെ എല്ലാ തുടർ പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഇവിടുത്തെ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റാണ്. ഈ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടായ വിജയം ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരു ചരിത്രം തന്നെയാണ്. 94%. ആ 94% ലഭിക്കാൻ വേണ്ടി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇവിടുത്തെ അധ്യാപകരും അവർക്കൊപ്പം നിന്ന് ആ കഷ്ടപ്പാട് സഹിച്ചിട്ടുള്ളവരാണ്. അവരുടെ ആ കലവറയില്ലാത്ത അധ്യാപകരെ കലവറയില്ലാത്ത പിന്തുണയാണ് ഈ കുട്ടികൾക്ക് ഈ 94% വിജയം ഉണ്ടാക്കാൻ ഇടയാക്കിയത്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഇവിടെ NSS ഉണ്ട്, റേഞ്ചർ ഉണ്ട്, റോവർ ഉണ്ട്. ഈ 3 വിഭാഗങ്ങളിൽ കൂടിയും ഇവിടുത്തെ കുട്ടികൾക്ക് ഏകദേശം 60 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ ഗണിതശാസ്ത്രമേള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പോർട്സിലായാലും ആർട്സിലായാലൊക്കെ ഈ സ്കൂള് കുട്ടികൾക്കൊപ്പം നിന്നിട്ടുള്ള ചരിത്രമാണുള്ളത്. കാരണം ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുന്ന് ഉപജില്ലാ കലോത്സവത്തിലും മറ്റുള്ള തലങ്ങളിലൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ ഈ പഠന വിനോദയാത്ര അത് സംഘടിപ്പിക്കുന്ന ഈ സ്കൂള് മുൻപന്തിയിലാണ്. അങ്ങനെ മികച്ച ഒരു നിലവാരത്തോടുകൂടി ഈ സ്കൂള് ഇപ്പം നിലനിർത്തി പോണത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈ സ്കൂളിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒപ്പം
ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ പി ടിയോട് വളരെ അകമഴിഞ്ഞ മറ്റേ സ്നേഹമാണ് ഇവിടുത്തെ അധ്യാപകർ ഞങ്ങൾക്ക് തരാറ്. ആ സ്നേഹം ഞങ്ങൾ തിരിച്ചും ഞങ്ങളുടെ സേവന പ്രവർത്തനത്തിൽ കൂടെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു വിജയമാണ് ഇപ്രാവശ്യത്തെ 94% വിജയം. നന്ദി പറയുന്നതിന്. എൻ്റെ പേര് അമ്പിളി. ഞാൻ +2 കൊമേഴ്സിലെ വിദ്യാർത്ഥിയാണ്. ഫുൾ A+ ആണ്. അതുപോലെ തന്നെ ഈ സ്കൂളിലത്തെ സ്കൂൾ ചെയർപേഴ്സൺ ആയിരുന്നു. ഇവിടെ പഠിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ടീച്ചേഴ്സ് ആയാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് ഉടനടി ചെയ്ത്, അതുപോലെ എന്ത് ഡൗട്ട് ചോദിച്ചാലും എല്ലാം ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെൻറ്റ്, ഞങ്ങളുടെ പ്രിൻസിപ്പള്, ടീച്ചേഴ്സ് എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അതുപോലെ ഇവിടെ എൻ്റെയും ഞാനും പിന്നെ ഞങ്ങളുടെ മാത്സ് ടീച്ചറായ അഞ്ജു ആൻ്റണി ടീച്ചറും പിന്നെ എൻ്റെ ഫ്രണ്ട് അന്ന, ഞങ്ങൾക്ക് സ്റ്റേറ്റ് ലെവല് വരെ പോകാനായിട്ട് സാധിച്ചു. മാത്തമാറ്റിക്സിൽ ഞങ്ങൾക്ക് 3 പേർക്കും സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കാനായി സാധിച്ചു. A ഗ്രേഡ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. ടീച്ചർ ടീച്ചിങ് എയ്ഡിന് പങ്കെടുത്ത് സ്റ്റേറ്റ് ലെവൽ വരെ എത്തി A ഗ്രേഡ് കരസ്ഥമാക്കി. അതുപോലെ ഞങ്ങൾ 2 പേരും ഗ്രൂപ്പ് പ്രൊജക്റ്റിന് പോയി A ഗ്രേഡ് കരസ്ഥമാക്കി. അപ്പോൾ ഞങ്ങൾക്ക് NSS ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒത്തിരി NSS, റേഞ്ചർ റോവർ, അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾക്കത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് 30 മാർക്ക് ഗ്രേസ് മാർക്ക് അതിലൂടെ കിട്ടാനായി സാധിച്ചു. അതുപോലെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ അതിമനോഹരമാണ്. അപ്പോൾ എനിക്കിതിൽ ഇവിടെ പഠിക്കാനായി സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് അന്ന എലിസബത്ത്. ഞാൻ ഇവിടുത്തെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. ഞാൻ 10th ഫുൾ A+ ആയിട്ടാണ് ഈ സ്കൂളിലേക്ക് കടന്നു വന്നത്. അപ്പോൾ തിരിച്ച് ഇതുപോലെ സ്കൂളിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഫുൾ A+ ആയിട്ട് തന്നെ വേണം പോകാൻ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് സാധിക്കുന്നതല്ല. ഇതിൻ്റെ ബാക്കിൽ കുറേ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ ഏറ്റവും വീക്ക് അത് നോക്കിയിട്ട് അവർ റിവിഷൻ ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ശരിക്കും ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വലിയൊരു വിജയം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ പ്രിൻസിപ്പളും എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇനിയും അതുപോലെ തന്നെ ഈ സ്കൂളിന് ഇതുപോലെ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രാമീയ TMCയുടെ പുരസ്കാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഹലോ, എൻ്റെ പേര് ഗായത്രി. ഞാൻ ഇപ്പോൾ 10 കഴിഞ്ഞു. എനിക്ക് ഫുൾ A+ ആണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ജേണിയിൽ എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ് ആൻ്റണീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. നമ്മളെ വീക്കുള്ള സബ്ജക്റ്റിലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മാർക്കൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ HM റീമ ടീച്ചർ നല്ല സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. എനിക്ക് ഫുൾ A+ കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ഈ നിമിഷത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയാം. ഹലോ, ഞാൻ ആഗ്നസ് NS പഴൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്കൂളാണ്, നല്ല സപ്പോർട്ടീവാണ് എല്ലാത്തിനും. ലാസ്റ്റ് ടൈമിൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പോഴായാലും ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായി. എനിക്ക് ഫുൾ A+ ആണ് 10 കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും. നമസ്കാരം, എൻ്റെ പേര് അഫ്നാൻ. ഇപ്പോൾ സെൻറ് ആൻ്റണീസ് HS പഴൂരിൽ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ 4 പേർക്കും ഫുൾ A+ ആണ്. ഇവിടെ സ്കൂളിൽ തുടക്കം തൊട്ട് എല്ലാ ടീച്ചർമാരും HM എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പഠിക്കാത്ത പിള്ളേർക്കൊക്കെ എക്സ്ട്രാ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ലാസ് തന്ന് സ്കൂളിൽ 100% വിജയത്തേക്ക് എത്തിക്കാൻ ടീച്ചർമാരെല്ലാവരും നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് ഞങ്ങൾക്ക് 4 പേർക്കാണ് ഞങ്ങൾ ആൺകുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് സിദ്ധാർത്ഥ്, സഫാനിയ, ആദിൽ. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള
TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ കുറുമ്പിലാവിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് പ്രീത, SBHS കുറുമ്പിലാവിലെ ഇൻചാർജാണ്. 2025-26 52 കുട്ടികളാണ് ഈ വർഷം 25-26 നമ്മൾ SSLCക്ക് ഇരുന്നത്. അതിലെല്ലാ കുട്ടികളും നല്ല ഗ്രേഡോടുകൂടെ പാസ്സായിട്ടുണ്ട്. 100% വിജയം നമ്മുടെ സ്കൂളിന് കരസ്ഥമായിട്ടുണ്ട്. അതുകൂടാതെ 4 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. ഗ്രാമ്യ ചാനൽ നൽകുന്ന ഒരു വിദ്യാഭ്യാസ അവാർഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സ്കൂളിനെയും അവർ സെലക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 9ാം തവണയും സ്വാമി ബോധാനന്ദ ഹൈസ്കൂളിന് 100% വിജയവും 4 ഫുൾ A+ നേടുകയുണ്ടായി. അതിന് കുട്ടികൾക്ക് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ച PTA, MPTA, അതുപോലെ രക്ഷിതാക്കൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഗ്രാമ്യ പുരസ്കാരം, വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി നൽകിയ കേരള വിഷൻ TVയോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് സുനിൽ, സ്വാമി ബോധാനന്ദ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. തുടർച്ചയായി 9ാം വർഷവും നമ്മുടെ 10ാം ക്ലാസ് കുട്ടികൾക്ക് 100% വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിന് വേണ്ടി പിന്നെ പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഈ വേളയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ ഫുൾ A+ കിട്ടിയ 4 കുട്ടികൾക്ക് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടിയതിലും ഞാൻ ഈ വേളയിൽ നന്ദി പറയുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ വേളയിൽ ചാനലിനോടും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. കുറുമ്പിലാവ് സ്വാമി ബോധാനന്ദ ഹൈസ്കൂളിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇത്തവണത്തെ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് ചേരുന്നത്. നമുക്കൊന്നവരെ പരിചയപ്പെടാം. മുഹമ്മദ് യാസീൻ, വൈഗാലക്ഷ്മി, ആമിന TF, നന്ദന K ജയരാജ്. അപ്പോ ഇത്തവണ നമ്മുടെ SSLC പരീക്ഷ എല്ലാം കൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ? സിലബസ് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പങ്കുവെക്കണേ? ആദ്യം എങ്ങനെ പഠിക്കണ്ടേന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ടീച്ചേഴ്സ് എപ്പോഴും പഠിക്കേണ്ട കുറെ നോട്ട്സ് ഒക്കെ തന്നിരുന്നു. ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തിരുന്നു. ഈ ഒരു വിജയം ഇങ്ങനെ നമ്മൾ നേടിയപ്പോ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഭാഗത്തുണ്ടായിരുന്ന അവരുടെ ഒക്കെ ഒരു സന്തോഷം എങ്ങനെയാണ്? അവര് നല്ല ഹാപ്പി ആയിരുന്നു. ഇപ്പോ സിലബസ് ഒക്കെ മാറിയ കാരണം അത്ര അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായില്ല. എന്നാലും കിട്ടിയപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ വിദ്യാലയത്തിനെ കുറിച്ച്, നമ്മുടെ അധ്യാപകരെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഈ സമയത്ത് ഓർമ്മിക്കാണ്? ഇവിടുത്തെ ടീച്ചർമാർ കാരനാണ് ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടിയത്. രാവിലെ സ്പെഷ്യൽ ക്ലാസ്, വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ്, അല്ലാത്തപ്പോൾ വീട്ടിലേക്ക് വിളിച്ചുവരെ ടീച്ചർമാർ പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഫോൺ വിളിച്ചിട്ടായാലും വാട്സപ്പിൽ നോട്ട്സ് അയച്ചിട്ടായാലും നല്ല ക്ലാസ്സുകളാണ് ഇവിടെ. നമുക്ക് ഈ ഒരു വർഷക്കാലം മറക്കാനായിട്ട് സാധിക്കില്ല അല്ലെ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഓർത്ത് പറയാനായിട്ട്? ഇവിടുത്തെ ആനിവേഴ്സറി, പിന്നെ ടീച്ചേഴ്സിന്റെ ഒപ്പമുള്ള ക്ലാസ്സുകൾ എല്ലാം മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരുന്നു. അപ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടികൾ നമ്മളോടൊപ്പം നിൽക്കുന്നത്. നമ്മളും അവരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് വിദ്യാലയത്തിൽ നിന്ന് അല്ലെ, ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങണത് അല്ലെ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാം. നടുവിൽക്കര പള്ളിക്കുന്നത്ത് പരേതനായ റപ്പായിയുടെ മകൻ ഫ്രാൻസിസ് മാസ്റ്റർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കണ്ടശങ്കടവ് കോളേജ് പാരലൽ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. 80കളിൽ വിന്നേഴ്സ് പാരലൽ കോളേജ് വാടാനപ്പള്ളിയിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയും 2 തവണ ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെക്കാലം LIC ഏജന്റായും ജോലി ചെയ്തു. ഏതാനും വർഷം മുമ്പ് വാടാനപ്പള്ളി ബീച്ച് റോഡിന് എതിർവശത്ത് സ്കോളേഴ്സ് പേപ്പർ മാർട്ട് എന്ന സ്ഥാപനം നടത്തിയിരുന്നു. ഭാര്യ വിജയകുമാരി, മകൾ മിഷ, മകൻ മനീഷ്, മരുമകൾ സ്മിത.
ഭൗതിക ശരീരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യും. ചന്ദ്രപിന്നി 17-ാം കല്ല് പരേതനായ തഷ്നാത്ത് ശാർങ്ങാധരൻ മകൻ കിഷോർ ബാംഗ്ലൂരിൽ വെച്ച് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭാര്യ ബിന്ദു, മക്കൾ വിവേക് വെങ്കിട്ട്, മരുമകൾ ആതിര വെങ്കിട്ട്. സംസ്കാരകർമ്മം തറവാട്ട് വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഫസൽ നഗറിലും പൊക്കാഞ്ചേരിയിലും സീവാൾ റോഡും വീടുകളും സംരക്ഷിക്കാൻ അടിയന്തരമായി കരിങ്കല്ലടിച്ച് നിരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3 പീടിക ബീച്ച് റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പരിഗണിച്ച് പരിശ്രമം നടത്തുമെന്ന് കെ വത്സരാജ് MLA. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബീച്ച് പരിസരം ശുചീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.